സൺഡേ ചെയ്യുന്ന O2 ഫേഷ്യലാണ്. ആദ്യം ചെയ്യേണ്ടത് ക്ലെൻസ് ചെയ്യുക. ഇത് ക്ലെൻസാണ്, ഫേസിലുള്ള അഴുക്കുകളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെയ്തതിന് ശേഷം 2 മിനിറ്റ് മസാജ് ചെയ്ത് മിനിറ്റ് ചെയ്തിട്ട് ക്ലെൻസ് റിമൂവ് ചെയ്യുക. ക്ലെൻസിങ് ചെയ്തതിന് ശേഷം സ്ക്രബ് ഇടുക. ഫേസിൽ സ്ക്രബ് ഇടുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കളയാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 മിനിറ്റ് മസാജ് ചെയ്യുക. സ്ക്രബ് ഇട്ട് 3 മിനിറ്റ് മസാജ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുക. സ്ക്രബ് റിമൂവ് ചെയ്യുക. ശേഷം സ്റ്റീം കൊടുക്കുക. സ്റ്റീം കൊടുക്കുന്നത് സ്കിൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റീം കഴിഞ്ഞു. ഇനി ജെല്ലിട്ട് മസാജ് ചെയ്യുന്നു. 2 മസാജ് വരുന്നുണ്ട്. ജെല്ലിട്ടിട്ടും ക്രീം ഇട്ടിട്ടും. ആദ്യം ജെല്ലിട്ട് മസാജ് ചെയ്യുന്നു. അത് ഹോൾസ് അടയാൻ വേണ്ടിയിട്ടാണ്. O2 ജെല്ലാണിത്. ഈ ജെല്ലിട്ട് മസാജ് ചെയ്യുന്നത് സ്കിന്നിനുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 10 മിനിറ്റ് മസാജാണ് കൊടുക്കേണ്ടത്. ജെല്ലിട്ട് മസാജ് ചെയ്യുന്ന ഫേസിനൊരു കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. റിലാക്സിങ് കൂടുതലായിരിക്കും സ്കിന്നിന്. കോട്ടൺ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ്. നന്നായിട്ട് റിമൂവ് ചെയ്യണം. അടുത്തത് ക്രീം മസാജാണ്. ജെല്ലും ക്രീമോട്ട് ചെയ്യുന്നതുകൊണ്ട് 10 മിനിറ്റ് മതി മസാജ്. ക്രീമിട്ട് മസാജ് ചെയ്യുമ്പോൾ കണ്ണിന് നന്നായിട്ട് മസാജ് കൊടുക്കുക. മസാജ് നന്നായിട്ട് ചെയ്താലേ ഏത് ഫേഷ്യലിനും ഏത് സ്കിന്നിനും എഫക്റ്റ് ആവുള്ളൂ. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വേണം. 10 മിനിറ്റാണ് നമ്മൾ മസാജിങ് ചെയ്യുന്നത്. ഓരോ സ്കിന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഫേഷ്യൽ ചൂസ് ചെയ്യുന്നത്. 10 മിനിറ്റ് മസാജ് കഴിഞ്ഞു. ഇനി ഇത് റിമൂവ് ചെയ്ത് മാറ്റാം. ഇത് 10 മിനിറ്റ് മസാജ് കഴിഞ്ഞു. ഇത് കോട്ടൺ വെച്ച് തുടച്ച് മാറ്റുകയാണ്. ഇനി ഫേസ് പാക്ക് ഇടാം. ഇത് ഫേസ് പാക്കാണ്. സ്കിൻ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പാക്ക് ഇടുന്നത്.
നമ്മളിവിടെ O2 ഫേഷ്യൽ ചെയ്തു. ആദ്യം ചെയ്ത് ക്ലൻസിങ് കഴിഞ്ഞ് 5 മിനിറ്റ് മസാജ് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം സ്ക്രബ് ഇട്ട് 3 മിനിറ്റ് മസാജ് ചെയ്തു. സ്കിന്ന് സോഫ്റ്റ് ആയതുകൊണ്ട് അധികം മസാജ് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്ക്രബ് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് സ്റ്റീം കൊടുത്തു. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാം. വേണ്ടവർക്ക് മാത്രം സ്റ്റീം എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ജെല്ലിട്ട് മസാജ് ചെയ്തു. ഈ ഫേഷ്യലിന് 2 മസാജാണുള്ളത്. ജെല്ലിട്ട് മസാജ് കഴിഞ്ഞു. 10 മിനിറ്റ് മസാജ് കൊടുത്തു. പിന്നെ ക്രീമിട്ട് നോർമലായിട്ട് 10 മിനിറ്റ് അതും കൊടുത്തതിന് ശേഷം പാക്ക് ഇട്ടു. 10 മിനിറ്റ് പാക്ക് കഴിഞ്ഞ് അത് റിമൂവ് ചെയ്യാൻ പോകുന്നു. കണ്ണിന് ചുറ്റും തട്ടാതെ പാക്ക് ഇടണം. 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ പാക്ക് എടുക്കുകയാണ്. സാധാരണയായിട്ട് 4 ടൈപ്പ് സ്കിന്നാണുള്ളത്. നോർമൽ സ്കിന്ന്, കോമ്പിനേഷൻ, ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിൻ. അപ്പോൾ ആ സ്കിന്നിനനുസരിച്ച് ഓരോ ഫേഷ്യൽ ചൂസ് ചെയ്യുക. ഫങ്ഷനുള്ള സമയത്ത് 3 ദിവസം മുമ്പെയാണ് ഫേഷ്യൽ ചെയ്യേണ്ടത്. ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ വെയിൽ കൊള്ളാനോ സ്റ്റീം ചൂട് തട്ടാനോ പാടില്ല. നമ്മുടെ ഫേഷ്യൽ ഇവിടെ പൂർത്തിയായി. ഇനി ഇത് ചെയ്തിട്ട് 2 ദിവസം ഇനി വെയിൽ കൊള്ളാൻ പാടില്ല. വെയിൽ കൊണ്ടാൽ പിഗ്മെൻറ്റേഷൻ വരും പെട്ടെന്ന് ഫേസിലേക്ക്. ഏറ്റവും നല്ല ഫേഷ്യലാണ്. എല്ലാ സ്കിന്നിനും ചെയ്യാൻ പറ്റുന്ന ഫേഷ്യലാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഫേഷ്യലൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെയർ സെറ്റിംഗ് ആണ്. അത് നോർമലായിട്ട് കട്ട് ചെയ്തിട്ട മുടിയാണ്. സെറ്റ് ചെയ്തിട്ട് ഫങ്ഷനൊക്കെ പോകുമ്പോൾ മുടി സെറ്റ് ചെയ്തിട്ട് പോകുന്ന നല്ല ഭംഗിയായിട്ട് കിടക്കും. ഹെയർ സെറ്റിംഗ് കഴിഞ്ഞു. ഇന്ന് മുടി വെറുതെ ഒന്ന് ചീകി വെച്ചിട്ട്